ഓ, കുമ്പസാരിക്കണമെന്ന് തോന്നുമ്പോ ഞാൻ വിളിച്ചോളാം. അപ്പോ നീ കനിഞ്ഞാ മതി. എന്നാലും നമ്മുടെ മോന്റെ മേലെ ഒരു കണ്ണ് വേണം കേട്ടോ. ഇല്ലെങ്കിൽ ചെറുക്കൻ കൈവിട്ടു പോവും. അങ്ങനെയൊന്നും പോവില്ല രാജി. ഞാൻ അവനെ ഡോക്ടർ ആക്കുകയും ചെയ്യും. ഞാൻ ആഗ്രഹിച്ച പൊസിഷനിൽ അവനെ കൊണ്ട് എത്തിക്കുകയും ചെയ്യും. ഇതൊക്കെ പറഞ്ഞാ പോരാ, നടക്കും വേണം. നടക്കും രാജി. 1 കോടി രൂപ എറിഞ്ഞിട്ടാണ് ഞാൻ അവനൊരു മെഡിക്കൽ സീറ്റ് തരപ്പെടുത്തിയത്. അതെങ്ങനെ മുതലാക്കണമെന്ന് എനിക്കറിയാം. എന്റെ മോളെ ഞാനൊരു നല്ല പൊസിഷനിൽ എത്തിച്ചതുപോലെ മോനെ ഞാൻ എത്തിക്കും. മോഹനേട്ടന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ അവന്റെ മേലൊരു കണ്ണ് വേണമെന്നാ ഞാൻ ഇപ്പോഴും പറയുന്നേ. ഒടുവില് എന്റെ രാജി, എന്റെ മോൻ കൈവിട്ടു പോയി, എന്റെ സ്വപ്നങ്ങൾ തകർന്നു പോയി എന്നൊന്നും പറഞ്ഞേക്കരുത്. ഹലോ ഹലോ ഭാനു, എന്തുണ്ട് അവിടെ വിശേഷം? അതെന്താ അങ്ങനെ ചോദിച്ചേ? എന്നെ കളിയാക്കിയാണോ? അയ്യോ, കളിയാക്കിയൊന്നുമല്ല. അപ്രതീക്ഷിതമായിട്ടേ ഇന്നിവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നു. അതുകൊണ്ടാ ഞാനിപ്പോ വിളിച്ചത്. സംഭവം? എന്ത് സംഭവം? അത് ശരി. അപ്പോ തന്നോട് പറയാതാണല്ലേ അവരിങ്ങോട്ട് വന്നത്? ആര്? ഭാവനേച്ചിയും ഹസ്ബൻഡും. എന്നെ കാണാൻ വേണ്ടി വന്ന. പക്ഷേ ഇവിടെ സംഭവിച്ചത് വല്ലാത്തൊരു ട്വിസ്റ്റ് ആയിരുന്നു ഭാനു. ജയേഷ് എന്തൊക്കെയാ പറയുന്നത്? ഭാവനേച്ചി എന്തിനാ അവിടെ വന്നത്? തന്നെ രക്ഷിച്ചതിനെ നന്ദി പറയാം.